ഹലോ വെൽക്കം ബാക്ക് ടു ponnus കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പിസ്സ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ വെജ് പിസ്സയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ട് ചിക്കനോ ബീഫ് പിസ്സയോ ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അളവ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം അളവ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഈസ്റ്റും ആവാം, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു അരക്കപ്പ് പാൽ, നമ്മുടെ നമ്മൾ വിരലൊന്ന് മുക്കാൻ അളവിനുള്ള ചെറിയൊരു ചൂടുണ്ടായിരുന്നാൽ മതി. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈസ്റ്റ് എല്ലാം നന്നായിട്ട് ആക്റ്റീവായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഒരു ബൗളിലേക്ക് നമ്മളൊരു 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയം ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൈ വെച്ച് ഒന്ന് അത്യാവശ്യം നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുക, ഈ ഉപ്പും ഓയിലും എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിക്ക്. എന്നിട്ട് നമ്മൾ ആക്റ്റീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അരക്കപ്പ് പാലുകൊണ്ട് നമ്മൾ ഈസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മിക്സ് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഈ 2 കപ്പ് മൈദയിലേക്ക്. ഇത് ശരിക്കും ഈ ഒരു കൺസിസ്റ്റൻസി വേണ്ടത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിങ്ങനെ ഒരു 5-10 മിനിറ്റ് അത്യാവശ്യം നന്നായിട്ട് കൈവച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അഥവാ ഈ മാവ് ഒത്തിരി ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് മാവ് കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതേ അപ്പോൾ 5 മിനിറ്റ് നമ്മൾ അത്യാവശ്യം കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ വശവും അകത്തുള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ആ പാത്രത്തിൻ്റെ എല്ലാ വശത്തേക്കും നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ട് ഈ മാവ് വെച്ച് കൊടുക്കുവാണ്. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് 2-3 തുള്ളി സൺഫ്ലവർ ഓയിലൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിതൊരു നനഞ്ഞ ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു അടപ്പ് കൊണ്ടോ അടച്ച് വെച്ചിട്ട് നമ്മളൊരു 2-3 മണിക്കൂർ ഈ മാവൊന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുവാണ് കേട്ടോ. ഈ സമയം നമുക്ക് പിസ്സ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ടൊമാറ്റോ കെച്ചപ്പ് എത്രയാണോ വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒറിഗാനോ ആണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഒറിഗാനോയുടെ ഫ്ലേവർ പിസ്സയ്ക്ക് ഒത്തിരി നന്നായിരിക്കും. അപ്പോൾ ഒറിഗാനോ മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് ചേർത്തിട്ടൊന്ന് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചില്ലി സോസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, മുളക് ചതച്ചതിങ്ങനെ തരിതരിയായിട്ടിരിക്കത്തില്ലേ, അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമ്മളെ മാവ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. 2-3 മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ച് കൊടുക്കുന്നുണ്ട്. മാവ് കണ്ടോ ഒത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്, കണ്ടോ. എന്നിട്ട് ഇത് 1 മിനിറ്റ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കുഴച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് 2 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇതിന്ന് 2 പീസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ 2 ബോൾസ് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ അറ്റത്തുള്ളതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ ബെറോട്ടയ്ക്കൊക്കെ മാവ് ഇങ്ങനെ കുഴച്ചിട്ട് ബോൾസ് ആക്കി വെക്കത്തില്ലേ, അതേ ഒരു അളവിന് അറ്റങ്ങളെല്ലാം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു കറക്റ്റ് ഒരു ബോൾസ് ആക്കി എടുത്ത് മാറ്റി വയ്ക്കുക. കണ്ടോ, ഇതും ആയിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് പാനിലാണ് പിസ്സ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഒരു പാൻ ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുക്കുക. നമ്മൾ ദോശത്തവ ഉണ്ടെങ്കിൽ ദോശത്തവ എടുത്താലും മതി. അതിലേക്ക് നമ്മൾ അത്യാവശ്യം ഓയിൽ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒരു ബോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈ വെച്ച് അത്യാവശ്യം മാക്സിമം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റ് ഒരു പാൻ്റെ അളവിനുള്ള ഒരു ബോൾ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ മാവ് അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം അറ്റങ്ങളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വിരൽ വെച്ചിട്ട് ഒന്ന് പൊക്കി കൊടുക്കുക. നമ്മുടെ സോസും ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് പുറത്തേക്ക് പോവാതെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളിതിലേക്ക് ഫോർക്ക് കൊണ്ട് നമ്മുടെ ആ മാവിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്.
ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഒന്നും ഫോം ആവത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്ന കണക്ക് പൊങ്ങി വരാതെ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കുക്ക് ചെയ്യാനായിട്ട്. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിതൊന്ന് പാനിൽ നിന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇതൊന്ന് അപ്പുറത്തെ സൈഡ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള സോസ് നമ്മളിതിലേക്ക് ഈ സമയം നമ്മൾ തേച്ച് കൊടുക്കുവാണ്. പിസ്സ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പിസ്സ സോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് അത്യാവശ്യം സോസ് കൂടുതൽ വയ്ക്കുമ്പോഴേക്കും പിസയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം സോസ് ഇതിലേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചീസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്രേറ്റ് ചെയ്തത്. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാനിപ്പം അമൂലിൻ്റെ സാധാരണ ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാപ്സിക്കം ഈ ഒരു അളവിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഓരോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ നമുക്ക് വേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഒണിയനാണ്. നമ്മുടെ സവോള ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ സ്ലൈസായിട്ട്. അത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പനീർ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം, വെജ് പിസ്സ ആണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് സോയ ചങ്ക്സ് ഒക്കെ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം, ചിക്കൻ, ബീഫ്, എന്ത് വേണമെങ്കിലും ഈ സമയം ഇതിലേക്ക് ഡെക്കറേഷനും നമുക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ചീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അമൂലിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്, ഗ്രേറ്റ് ചെയ്ത്. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒറിഗാനോ മസ്റ്റായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിരിക്കും. എന്നിട്ട് ഇത് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് മതിയാവും കേട്ടോ. തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചീസൊക്കെ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മെൽറ്റാക്കി കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചീസൊക്കെ അത്യാവശ്യം മെൽറ്റായി, അടിവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്കൊന്ന് കാണാം കേട്ടോ. ശരിക്കും മൊസറല്ല ചീസാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചീസൊക്കെ ഇങ്ങനെ നന്നായിട്ട് വലിഞ്ഞ് വരും. പക്ഷെ നമ്മളിവിടെ അമൂലിൻ്റെ ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനെന്ന് പറഞ്ഞിട്ട് ആ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. ശരിക്കും അമൂലിൻ്റെ ചീസാണ് ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് പറയത്തേയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ആ മാവൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെറും 10 മിനിറ്റ് മാത്രം മതി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുവാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.